ശ്രീധരിയും കലൂർ ബ്രാഞ്ചിൽ സൗജന്യ ഗ്ലോക്കോമ പരിശോധനയും ഒ പി കൺസൾട്ടേഷനും 8, 9, 10 തീയതികളിൽ നടക്കും. ഗ്ലോക്കോമ വാരാചരണത്തിന്റെ ഭാഗമായി കലൂർ ശ്രീധരിയം ആയുർവേദ ഐ ഹോസ്പിറ്റലിൽ മാർച്ച് 8 മുതൽ 10 വരെ സൗജന്യ ഗ്ലോക്കോമ പരിശോധന ക്യാമ്പ് സംഘടിപ്പിക്കും. മാർച്ച് 8 മുതൽ 14 വരെ രാജ്യത്താകെ ഗ്ലോക്കോമ വാരമായി ആചരിക്കുന്നതിന്റെ ഭാഗമായാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ക്യാമ്പിൽ ഗ്ലോക്കോമ സ്ക്രീനിംഗ് കൂടാതെ ഇതിനകം ഗ്ലോക്കോമ ബാധിച്ചിരിക്കുന്ന രോഗികൾക്ക് സൗജന്യ കണ്ണ് പരിശോധനയും ഡോക്ടർ കൺസൾട്ടേഷനും ലഭ്യമാകും. ഗ്ലോക്കോമയെ സാധാരണയായി സൈലന്റ് തീഫ് ഓഫ് വിഷൻ എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. രോഗത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ വ്യക്തമായ ലക്ഷണങ്ങൾ കാണിക്കാത്തതിനാൽ പലപ്പോഴും വൈകിയാണ് കണ്ടെത്തുന്നത്. അതിനാൽ നേരത്തെയുള്ള പരിശോധന അത്യന്താപേക്ഷിതമാണെന്ന് ഡോക്ടർമാർ പറയുന്നു. 60 വയസ്സിന് മുകളിലുള്ളവർ, പ്രമേയം, ഉയർന്ന രക്തസമ്മർദ്ദം പോലുള്ള അസുഖങ്ങളുള്ളവർ, കുടുംബത്തിൽ ഗ്ലോക്കോമ ഉണ്ടായിട്ടുള്ളവർ, മദ്യപാനവും പുകവലിയും പതിവായവർ, ഏഷ്യൻ ആഫ്രിക്കൻ വംശജർ എന്നിവർക്കാണ് ഗ്ലോക്കോമയുടെ സാധ്യത കൂടുതലുള്ളത്. 40 മുതൽ 50 വയസ്സിന് മുകളിലുള്ളവർ പതിവായി കണ്ണ് പരിശോധന നടത്തുകയും കണ്ണിലെ മർദ്ദം സാധാരണ പരിധിയിലാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണമെന്നും സീനിയർ മെഡിക്കൽ ഓഫീസർമാരായ ഡോക്ടർ നീബ രാജ്, ഡോക്ടർ അർജുൻ ബാബു എന്നിവർ വ്യക്തമാക്കി. ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയ ഇലക്കറികൾ, പച്ചക്കറികൾ, പഴങ്ങൾ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയും പുകവലി പോലെയുള്ള ശീലങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുന്നത് ഗ്ലോക്കോമയെ പ്രതിരോധിക്കാൻ സഹായകമാകുമെന്നും ഡോക്ടർമാർ വ്യക്തമാക്കി. കണ്ണുകളുടെ ആരോഗ്യത്തെക്കുറിച്ച് കൂടുതൽ അവബോധം നേടുന്നതിനും സൗജന്യ പരിശോധന നടത്തുന്നതിനും ഈ ക്യാമ്പ് ഒരു മികച്ച അവസരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. ഗ്ലോക്കോമ അറിയപ്പെടുന്നത് സൈലന്റ് തീഫ് ഓഫ് വിഷൻ എന്നാണ്. ഈ ഗ്ലോക്കോമയുടെ റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. 1, 60 വയസ്സിന് മുകളിലുള്ള വ്യക്തികൾ. 2, അസോസിയേറ്റഡ് കണ്ടീഷൻസ് ആയ ഡയബറ്റിക് മെലിറ്റസ് ഹൈപ്പർ ടെൻഷൻ ഉള്ളവർ. 3, ഫാമിലിയിൽ ഓൾറെഡി ഗ്ലോക്കോമ ഡയഗ്നോസ് ചെയ്യപ്പെട്ടവർ. 4, തുടർച്ചയായ മദ്യപാനം, പുകവലി ശീലമുള്ളവർ. 5, ഏഷ്യൻ ആൻഡ് ആഫ്രിക്കൻ റേസിൽ ജനിച്ചവർ. ഇങ്ങനെയുള്ള പേഷ്യൻസ് വർഷത്തിലൊരിക്കലെങ്കിലും കണ്ണ് ടെസ്റ്റ് ചെയ്യുന്നതും അത് രോഗമില്ലെന്ന് ഉറപ്പുവരുത്തുന്നതും നന്നായിരിക്കും. പ്രിവെൻറ്റീവ് ഫാക്ടേഴ്സ് ഫോർ ഗ്ലോക്കോമ എന്തൊക്കെയാണെന്ന് നോക്കാം. 40 വയസ്സ് അല്ലെങ്കിൽ 50 വയസ്സിന് മുകളിലേക്കുള്ള ആളുകൾ കൃത്യമായി ഐ ചെക്കപ്പുകൾ ചെയ്ത് തങ്ങളുടെ IOP വിത്തിൻ ദ നോർമൽ ലിമിറ്റ് ആണെന്ന് ഉറപ്പുവരുത്തുക. ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയിട്ടുള്ള ഇലക്കറികൾ, പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ എന്നിവ ഡയറ്റിലേക്ക് ധാരാളമായിട്ട് ഉൾപ്പെടുത്തുക. ഓക്സിഡേറ്റീവ് ഡാമേജ് ഉണ്ടാക്കുന്ന സ്മോക്കിംഗ് പോലെയുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക. ഹെവി ലിഫ്റ്റിംഗ് കണ്ണിൻ്റെ പ്രഷർ കൂട്ടുന്നതിനാൽ ഹെവി ലിഫ്റ്റിങ്ങും നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടതാണ്. മാർച്ച് 8 മുതൽ മാർച്ച് 14 വരെ ഗ്ലോക്കോമ വാരമായി ആചരിക്കുകയാണ്. ലക്ഷണങ്ങളില്ലാതെ കാഴ്ചയെ ബാധിക്കാവുന്ന ഒരു പ്രധാന രോഗമാണ് ഗ്ലോക്കോമ. സാധാരണയായി രോഗത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ തന്നെ വലിയ ലക്ഷണങ്ങൾ കാണിക്കാറില്ല. അതുകൊണ്ട് തന്നെ നേരത്തെയുള്ള പരിശോധന വളരെ പ്രധാനമാണ്. ഇതിന്റെ ഭാഗമായി ശ്രീധരിയം ആയുർവേദ ഐ ഹോസ്പിറ്റലിൽ മാർച്ച് 8, 9, 10 എന്നീ തീയതികളിൽ ഗ്ലോക്കോമ സ്ക്രീനിംഗ് ലഭ്യമാണ്. കണ്ണിന്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ശ്രദ്ധ പുലർത്തുകയും കണ്ണിന് ആവശ്യമായ പരിശോധന നടത്തുകയും ചെയ്യാവുന്നതാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി.